Hi, good Good evening, ma'am. evening. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Okay. ഒരു ഒരു 2-3 minutes നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. Let the others come in. Okay, ma'am. Okay. ഹലോ, ഞാൻ പറയുന്ന കേൾക്കാവോ? കേക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസിനെ പറ്റിയാണ് പറഞ്ഞത്. ആ ബ്ലോക്കിന്റെ അടുത്ത ചാപ്റ്റർ ആണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ, പേജ് നമ്പർ ഒന്ന് പറയൂ. പേജ് നമ്പർ ഇസ് 171. സോ പൊല്യൂഷൻ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള വാക്ക്. ഇറ്റ്സ് ബേസിക്കലി എന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പൊല്യൂഷൻ എന്ന് പറയും. അതായത് അതിനെ കെമിക്കലിയോ ഫിസിക്കലിയോ അതിന്റെ എന്തെങ്കിലും സ്ട്രക്ചറിനെയോ അതിനെ എസ്തെറ്റിക്കലി വിഷ്വലിയോ ഡാമേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആ എൻവയോൺമെന്റിനെ ഡാമേജ് ചെയ്യുന്ന സാധനത്തിനെ പൊല്യൂട്ടന്റ് എന്ന് പറയും. That is, the things that pollute the environment are called pollutants. Right? Yeah. So, two type of pollutants in the broad category divide cheyanengil non-biodegradable, biodegradable. Non-biodegradable എന്ന് വെച്ചാൽ ഇപ്പം ഒരു പ്രാവശ്യം ഒരു പൊല്യൂട്ടന്റ് എൻവയോൺമെന്റിലോട്ട് എത്തിച്ചേർക്കും, പക്ഷെ ഓവർ ടൈം അത് മാറത്തില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ട് പ്ലാസ്റ്റിക് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അവിടെ തന്നെ കിടക്കും. സോ ദോസ് ആർ നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. നെക്സ്റ്റ് വൺ ഇസ് ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. അത് ഇതിന് എക്സാക്ട് ഓപ്പോസിറ്റ്. എൻവയോൺമെന്റിൽ എത്തിച്ചേർന്ന ഒരു സമയം അതെന്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ ഇപ്പോഴെങ്കിലും? ആണോ? എനിക്ക് എന്ത് ചെയ്യണോ എന്നറിയത്തില്ല.
എന്റെ മൊബൈൽ ഡേറ്റ ആണെങ്കിൽ വർക്ക് ഇപ്പൊ ചെയ്തില്ല. ഇപ്പൊ ക്ലിയർ ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ഉണ്ട് നന്നായി. ഇപ്പൊ മാം സംസാരിക്കുന്നത് ക്ലിയർ ആണ്. പക്ഷെ ഇടയ്ക്ക് കുറെ ഭാഗമായി കട്ടായിട്ടുണ്ട്. ആണ്, എനിക്ക് അത് ജസ്റ്റ് കുറച്ചൊരു സ്റ്റോപ്പ് ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. സോ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ എൻവയോൺമെന്റിൽ എത്തിച്ചേരുകയാണെങ്കിൽ ആ പൊല്യൂട്ടൻസ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഡീഗ്രേഡ് ആയിപ്പോ. ലൈക്ക് ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ, ഫെർട്ടിലൈസേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ, അതൊക്കെ പൊല്യൂട്ടൻസ് ആണ്. പക്ഷെ ഓവർ ടൈം അത് ഡീഗ്രേഡ് ആയി പോകും. ആൻഡ് പൊല്യൂഷന്റെ സോഴ്സസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. ബ്രോഡ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. പോയിന്റ് സോഴ്സും നോൺ പോയിന്റ് സോഴ്സും. പോയിന്റ് സോഴ്സ് എന്ന് വെച്ചാൽ ആ വേർഡ് സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പൊല്യൂട്ടൻസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫാക്ടറി ചിമ്മിനീസ് ആണ്. ഫാക്ടറിയിലെ ചിമ്മിനീസിൽ നിന്ന് ആ പോയിന്റിൽ കൂടെ എപ്പോഴും പോകുന്നോണ്ടിരിക്കും. സോ ദാറ്റ് ഇസ് എ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ. ഇപ്പൊ നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഒരു ഫീൽഡ് എടുക്കുക. പാടത്തിനകത്ത് നമ്മള് ഇപ്പൊ ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എവൻച്വലി ഇറിഗേഷന്റെ സമയത്ത്, വെള്ളം കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം ഇങ്ങനെ എന്താ പറയാ ഒഴുകി റിവേഴ്സിലും പല സ്ഥലങ്ങളിലും എത്തും. സോ ബേസിക്കലി റൺ ഓഫ്. അത് ഒറ്റ സൈഡിൽ ഒരിടത്തും നില തുടങ്ങും, ഒരു പോയിന്റിൽ നില തുടങ്ങുന്ന ഒരു ലാർജ് ഏരിയയിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായി? ആൻഡ് അനദർ വൺ ഇസ് ഇപ്പം നമ്മുടെ വെഹിക്കുലർ സംഭവങ്ങൾ. അതിപ്പോ കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പോയിന്റ് സോഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒത്തിരി കമ്പൈൻഡ് ആയിട്ട് ഈ പുക വിട്ടുകൊണ്ടിരിക്കുന്ന സെക്ഷൻസ്, അതിനെയാണ് നോൺ പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ഓക്കെ, സോ ദാറ്റ്സ് ദാറ്റ്. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ കോസസ് ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷന് ഒറ്റ കോഴ്സ് അല്ല. അതിന് എന്താ പറയാ, വി ക്യാൻ നെവർ അസോസിയേറ്റ് വൺ പെർട്ടിക്കുലർ കോസ് ഫോർ പൊല്യൂഷൻ. അതിങ്ങനെ ഒരു കമ്പൈൻഡ് എഫക്റ്റാ. ഇഫ് വി ടോക്ക് അബൌട്ട് മോഡേണൈസേഷന് ശേഷം, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റിയും എവൻച്വലി ലീഡ്സ് ടു പൊല്യൂഷൻ. അതിപ്പം റോഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ആണെങ്കിലും, ഫാക്ടറീസ് ആണെങ്കിലും, ഹോസ്പിറ്റൽസ് ആണെങ്കിലും, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പൊല്യൂഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. സോ ഇവിടെ ടാബുലർ ഫോമില് പല പൊല്യൂട്ടൻസിന്റെ അല്ലെങ്കിൽ പല ഇതൊക്കെ നോക്കി ഇതിന്റെ എക്സാമ്പിൾസ് നോക്കിയാൽ അറിയാം. ലൈക്ക് പേജ് നമ്പർ 172 ടേബിളില് കോൾ യൂസ്, ഓയിൽ പ്രൊഡക്ഷൻ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസർ യൂസ്, CFCs, ന്യൂക്ലിയർ ആർസനൽ, ഇതെല്ലാം പോസ്റ്റ് മോഡേൺ അറിയാൻ വന്നത്. ഇതിനു മുമ്പ് അത്ര ഇങ്ങനെ സാധനം ഒന്നും എക്സിസ്റ്റ് പോലും ചെയ്തിട്ടൊന്നുമില്ല. സോ ദാറ്റ് മീൻസ് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ആ ആക്ടിവിറ്റീസ് എല്ലാം കോസസ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ വേറെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. യു ഗൈസ് ഹാവ് ടു ഗോ ത്രൂ ദോസ് എക്സാമ്പിൾസ്. ഇനി കമ്മിങ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ പല പൊല്യൂഷൻ ഉണ്ടല്ലോ. സോ വൺ ബൈ വൺ ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. ഫസ്റ്റ് വൺ ഇസ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ബ്രീത് ചെയ്യുന്ന എയറിൽ ഹാർംഫുൾ സബ്സ്റ്റൻസസ് ഉണ്ടാവുക, നമ്മുടെ എയർ ക്വാളിറ്റിനെ നശിപ്പിക്കുന്ന ആ ഒരു ഇതാണ് എയർ പൊല്യൂഷൻ. മനസ്സിലായില്ലേ? ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ? നാച്ചുറൽ പൊല്യൂട്ടൻസ് ഉണ്ട്, പ്രൈമറി പൊല്യൂട്ടൻസ് ഉണ്ട്, സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ട്. സോ നാച്ചുറൽ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സിസ്റ്റഡ് ഓൾവേസ്. അത് നമ്മൾ കാരണം മാത്രമല്ല, നമ്മൾ കാരണം ഉണ്ട്, ഇല്ലാതില്ല. ഇപ്പം പോളൻ ഗ്രെയിൻസ്, ഫ്ലവേഴ്സും പ്ലാന്റ്സും അവരുടെ പ്രോക്രിയേഷന് വേണ്ടിയിട്ട് വെറുതെ വിടുന്ന പോളൻ ഗ്രെയിൻസ് ഉണ്ട്. പിന്നെ ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ എർത്ത് ക്വിക്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒത്തിരി ഗ്യാസസ് റിലീസ് ചെയ്യും. സോ ആ ഗ്യാസസിൽ കുറെ പൊല്യൂട്ടൻസ് ലൈക്ക് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ഒക്കെ. അപ്പം ദോസ് ആർ നാച്ചുറൽ പൊല്യൂട്ടൻസ്. നെക്സ്റ്റ് വൺ ഇസ് പ്രൈമറി പൊല്യൂട്ടൻസ്. പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ആക്ടിവിറ്റി ഉണ്ടോ നാച്ചുറൽ ആയിട്ടോ തന്നെ റിലീസ് ആവുന്ന മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽ തന്നെ ഭയങ്കര ഹാർംഫുൾ ആണ്. സോ ഇവിടെ ഇപ്പൊ കൊടുത്തേക്കുന്നത് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ കത്തിക്കുമ്പോ അല്ലെങ്കിൽ റെസ്പയർ ചെയ്യുമ്പോഴൊക്കെ റിലീസ് ആവുന്ന സാധനങ്ങളാണ്. അപ്പം അത് ഇറ്റ് സെൽഫ് ഡയറക്ട്ലി, അതായത് നമ്മൾ ഡയറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊല്യൂട്ടൻസിനെയാണ് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സെക്കൻഡറി പൊല്യൂട്ടൻ എന്ന് വെച്ചാൽ ഈ പ്രൈമറി പൊല്യൂട്ടന്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്യൂൾസ് ആയിട്ട് റിയാക്ട് ചെയ്ത് വേറെ പൊല്യൂട്ടൻസ് ഉണ്ടാക്കും. ലൈക്ക് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ് വോൾക്കാനിക് ഇറപ്ഷനും അല്ലെങ്കിൽ ബേണിംഗ് ലൈക്ക് കത്തിക്കുമ്പോഴൊക്കെ റിലീസ് ആവുന്ന ഒരു ഗ്യാസ് ആണ്. ആ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ സൾഫർ ഡൈ ഓക്സൈഡ്
അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഫോംസ് another gas called sulfur trioxide. Sulfur trioxide not many cases naturally producing അല്ല. So basically primary pollutants നിന്ന് കെമിക്കൽ പ്രോസസ്സസ് വഴി ഉണ്ടാവുന്ന പൊല്യൂട്ടൻസിനെയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഓസോൺ ലെയർ ഉണ്ടല്ലോ. ഓസോൺ ലെയർ ഇസ് ആക്ച്വലി പ്രൊട്ടക്ഷൻ ആണ്. നമുക്ക് നാച്ചുറൽ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ലെയർ ഓഫ് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള ഒരു ലെയർ ആണ് ഓസോൺ. സോ ഹാർംഫുൾ യു വി റേഡിയേഷനെ തടയുന്ന ഒരു ലെയർ. പക്ഷേ ദിസ് ഓസോൺ ഇപ്പൊ നമ്മുടെ ടോപ്പോസ്ഫിയറിലോട്ട് വന്നാൽ നമ്മൾ ബ്രീത് ചെയ്യുന്ന എയറിലോട്ട് വന്നാൽ ഇറ്റ്സ് ഹൈലി ഓക്സിഡൈസിങ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ കയറിയാലോ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ബോഡിക്ക് ഉള്ളിൽ കയറിയാലോ ഭയങ്കര ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ മെറ്റബോളിസത്തിന് ഒരു പരിധി കൂടുതൽ വന്നാൽ ഇറ്റ്സ് എക്സ്ട്രീംലി ഹാർംഫുൾ. സോ നമ്മുടെ മെറ്റബോളിസത്തിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്മോഗ് എന്ന് പറഞ്ഞൊരു ഫിനോമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്മോഗ് ഇസ് കൺസിഡേർഡ് സ്മോഗ് എന്ന് വെച്ചാൽ ഇപ്പം ഒത്തിരി പൊല്യൂട്ടഡ് ആയിട്ടുള്ള റീജിയൻ, ഒത്തിരി സ്മോക്ക്. ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ ഒത്തിരി എമൗണ്ട് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഉണ്ട് ബിക്കോസ് ഓഫ് വെഹിക്കിൾസിൽ നിന്ന് വരുന്നതാണെങ്കിലും ഇൻഡസ്ട്രീസ് നിന്ന് വരുന്നതാണെങ്കിലും. സോ ഇതുണ്ടല്ലോ, ഈ മഞ്ഞ് കാലങ്ങളിൽ ഫോഗ് അടിയാൻ തുടങ്ങും. ലൈക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അടിഞ്ഞ് ഫോഗ് വരത്തില്ലേ? ഈ ഫോഗും ഈ സ്മോക്കും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കും, വിച്ച് ഇസ് കോൾഡ് സ്മോഗ്. ആൻഡ് സ്മോഗിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഫോഗ് പോലെ വിഷ്വലി ഇമ്പയറിംഗ് ആണ്. നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല, അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം സ്മോക്കും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കുക? ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ടാവും, ഒത്തിരി ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ടാവും. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ലണ്ടൻ സ്മോഗ് ഒരു സംഭവം. ഐ ഡോണ്ട് റിമെമ്പർ ദ ടൈം വെൻ ഇറ്റ് ഹാപ്പൻഡ്. ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ ക്വീൻ എലിസബത്തിന്റെ ടൈമിൽ തന്നെ, ബിഗിനിങ് ഓഫ് ഹർ ടൈമിൽ ഒരു ഗ്രേറ്റ് ലണ്ടൻ സ്മോഗ് നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഒത്തിരി ആൾക്കാർ മരിച്ചിട്ടുണ്ട് ബിക്കോസ് ഓഫ് ഇൻഹേലിംഗ് ഓഫ് ദ സ്മോഗ്. അത് ആ സമയത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇങ്ങനെ പീക്ക് എത്തിയുന്ന സമയത്ത് ആ പൊല്യൂഷനും ഫസ്റ്റ് ടൈം വിന്റർ ഫോഗും കൂടെ കമ്പൈൻഡ് ആയിട്ട് സ്മോക്ക് ക്രിയേറ്റ് ചെയ്തത്. അത് അണ്ടർ കൺട്രോൾ ചെയ്യാൻ കുറെ ദിവസങ്ങൾ എടുത്തു എന്ന് പറയുന്നത്. സോ ആൻഡ് ദിസ് സ്മോക്ക് ഫിനോമിനൻ ഇസ് ഓൾസോ സീൻ ഇൻ ഡൽഹി ആൻഡ് ഇൻ നോർത്തേൺ പാർട്സ് ഓഫ് ഇന്ത്യ. ആൻഡ് ഡൽഹി അസോസിയേറ്റ് ഉത്തർപ്രദേശ്, പഞ്ചാബ് അവിടെയൊക്കെ സ്ഥിരം ഇത് കാണാറുണ്ട്. ആൻഡ് ഈവൻ ദിവാലി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഈ ഫിനോമിനൻ ഇവിടെയൊക്കെ ഭയങ്കര കോമൺ ആണ്. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിഫറെന്റ് എയർ പൊല്യൂട്ടൻസിനെ പറ്റിയ. സോ അത് പേജ് നമ്പർ 176 177 ആൻഡ് കണ്ടിന്യൂ ടു 178 ഒരു ഹോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ടേബിൾ ഞാൻ 1 by 1 എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ബേസിക്കലി ഡിഫറെന്റ് പൊല്യൂട്ടന്റ്, ആ പൊല്യൂട്ടന്റ് എവിടെന്നാ വരുന്നത്, ആ പൊല്യൂട്ടന്റ് കാരണം ഉണ്ടാവുന്ന കോസ്റ്റ്സ് എന്തൊക്കെയാണ്. ഇതില് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ടേബിൾ which are the different air pollutants that are there. കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് മേജർ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് എയർ പൊല്യൂഷനും അറ്റ്മോസ്ഫിയറിക് പ്രോബ്ലംസും. അതിൽ ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഈ എയർ പൊല്യൂഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒത്തിരി ക്ലൈമാറ്റിക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഒത്തിരി കാർബൺ ഡയോക്സൈഡ് റിലീസ് ആവുന്നത് കൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായത്. അതുപോലെ ഈ സെയിം എയർ ഇപ്പൊ സൾഫർ ഡയോക്സൈഡ് ഒക്കെ ഒത്തിരി റിലീസ് ചെയ്യുന്നതാണ് ആസിഡ് റെയിൻ കൂടുതൽ പ്രിവെന്റ് ആവാൻ തുടങ്ങിയത്. പിന്നെ ഈ സ്മോഗ് എന്ന് പറഞ്ഞ ഫിനോമിന. സോ അങ്ങനെ കുറെ ക്ലൈമാറ്റിക് ഇഷ്യൂസ് ഓൾസോ ഇതുകൊണ്ടുണ്ടാക്കും. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. ഇത് SPM ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് അനലൈസിങ് എയർ ക്വാളിറ്റിയാണ്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ദർ ആർ പാർട്ടിക്കിൾസ് ദാറ്റ് ആർ ഓൾവേസ് പ്രസന്റ് അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അത് പോളൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മോളിക്യൂൾ ആയിരിക്കാം, ആഷ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, സോ അത് ജനറലി ലാർജർ സൈസ് ആണ്. ഇപ്പം ഇവിടെ സൈസ് കൊടുത്തിട്ടുണ്ട് 10 mm കൂടുതൽ വലിയ സൈസസ് ആണെങ്കിൽ അത് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ നോസിലിന്റെ ട്രാക്റ്റിലുള്ള ഹെയർ ആൻഡ് നമ്മൾ ട്രക്ക് ചെയ്യാം. റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്തുള്ള എന്താ പറയാ, ഈ വില്ലായി പോലെ വിബ്രേസിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്, നോസ് ഹെയർ. ആൻഡ് ഉള്ളിലോട്ട് കുറെ
സീലിയ പോലത്തെ ഇങ്ങനെ ഹെയർ പോലെ ഇരിക്കുന്ന കുറെ സാധനമുണ്ട്. സോ അത് ട്രാപ്പ് ചെയ്തു, അപ്പൊ നമ്മുടെ ലങ്സിൽ എത്തത്തില്ല. ബട്ട് നേരെ മറിച്ച് 10 mm താഴെയുള്ളതാണെങ്കിൽ വിച്ച് ആർ കോൾഡ് റെസ്പിറബിൾ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ, അത് നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ പോകും. നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ പോയാലുള്ള കുഴപ്പം, ജസ്റ്റ് ഇമാജിൻ, ജസ്റ്റ് ലൈക്ക് സ്മോക്കിംഗ് സിഗരറ്റ്സ് ഫുൾ നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ പോകുമ്പോഴത്തേക്ക് പല ഡെപ്പോസിഷൻ നടക്കും. അത് സിഗരറ്റ്സിൽ ചാറിന്റെ പ്രശ്നമാണെങ്കിൽ ഇവിടെ ഇതുപോലെ ചെന്ന് നമ്മുടെ ലങ്സിനകത്തുള്ള ക്യാപ്പിലറീസിനൊക്കെ ബ്ലോക്ക് ചെയ്ത് റെസ്പിറേറ്ററി കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള ഡിസീസസ്, റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ ഭയങ്കരമായിട്ട് പ്രൊവലന്റ് ആയി. ആൻഡ് സ്റ്റാൻഡേർഡ് ലെവൽ 60 മൈക്രോഗ്രാം ആണ്. പെർമനന്റ്ലി ഉണ്ട്, പക്ഷെ ഈ 60 മൈക്രോഗ്രാമിനെക്കാട്ടിലും കൂടുതൽ പോയാൽ ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഇവിടെ കുറച്ച് സിറ്റീസ് ഉണ്ട്, റായ്പൂർ, കാൺപൂർ, ഡൽഹി, ഗ്വാലിയർ, ലുധിയാന ഒക്കെ 200 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്ററിലാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലെവൽസിനെക്കാട്ടിലും more than 2-fold, more than 3-fold increase suspended particulate matter, which is really bad for our health. So that is suspended particulate matter and what it signifies. പിന്നെ വരുന്നത് ആസിഡ് പ്രസിപ്പിറ്റേഷൻ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ പിന്നെ അത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് റിയാക്റ്റീവ് ആയിട്ടുള്ള നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യും. എന്നിട്ട് അത് എവൻച്വലി മഴ വരുമ്പോൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് ആസിഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ആസിഡ് ഇസ് കൊറോസീവ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആസിഡ് ഇസ് ആക്ച്വലി വെരി കൊറോസീവ്. നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും, ക്രോപ്സിന് ഡാമേജ് ഉണ്ടാക്കും, നമ്മളത് ഇൻഹെയിൽ ചെയ്താൽ ഡാമേജ് വരും. സോ ബേസിക്കലി acid is corrosive. Just imagine raining acid. So acid rain is a repercussion of air pollution. Okay. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ഇൻവേർഷൻ. അറ്റ്മോസ്ഫിയറിക് നോർമൽ കേസസിൽ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ടെമ്പറേച്ചർ താഴെ വാമും മുകളിലോട്ട് പോകുമ്പോൾ it gets colder and colder. അറ്റ്മോസ്ഫിയറിക് ഇൻവേർഷൻ എന്ന് വെച്ചാൽ കോൾഡ് എയർ മുകളിലോട്ട് പോകാൻ അനുവദിക്കാണ്ട് ബിക്കോസ് ഓഫ് ഈ ട്രാപ്ഡ് ഈ ഇപ്പം ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയാസില് സ്മോക്കും അതും പാർട്ടിക്കിൾസും ഒക്കെ വന്ന് ട്രാപ്പ് ചെയ്ത് ഈ കോൾഡ് എയറിനെ ട്രാപ്പ് ചെയ്യും. സോ ദാറ്റ് മീൻസ് കോൾഡ് എയറിന് മുകളിൽ ഒരു വാം എയറിന് പിന്നെ ബാക്കി അങ്ങോട്ട് കൂടുതൽ. പേജ് നമ്പർ is 179. ഓക്കെ, സോ ഈ പ്രോസസ്സാണ് അറ്റ്മോസ്ഫിയറിക് ഇൻവേർഷൻ. അപ്പം ഈ കോൾഡ് എയർ മുകളിലോട്ട് പോകത്തില്ല, വാം എയർ അവിടെ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് അറ്റ്മോസ്ഫിയറിക് ഇൻവേർഷൻ. ആൻഡ് പിന്നെ സോ ദാറ്റ് ഇസ് ആർ ദി കോൺസിക്വൻസസ്, സം മേജർ കോൺസിക്വൻസസ് ഓഫ് എയർ പൊല്യൂഷൻ. പിന്നെ ഇവിടെ ഒരു കേസ് സ്റ്റഡി ഉണ്ട്, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അതിനെപ്പറ്റി മോസ്റ്റ് ഓഫ് us would have heard about this. ഈ മിഥൈൽ ഐസോസൈനൈഡ് പ്ലാന്റില് ഒരു സ്റ്റോറേജ് ടാങ്ക് ഒരു എന്തോ എറർ കാരണം പൊട്ടിപ്പോയതാ, മെയിൻ്റനൻസ് എറർ കാരണം പൊട്ടിപ്പോയതാ. ആൻഡ് ഇത് സ്മെൽ ഇല്ലാത്തൊരു ഗ്യാസ് ആയതുകൊണ്ട് ഇറ്റ് സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് അറ്റ് ഗ്യാസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ടൈം എടുക്കത്തില്ല. ആൻഡ് ഇറ്റ് എഫക്റ്റഡ് a lot of people. Almost 2,500 people died. And അത് കാരണം കുറെ ലോങ് ടേം എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്, ലങ്സിൽ ഫൈബ്രോസിസ്, പിന്നെ ന്യൂറോട്ടിക് ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് സൈക്കോസിസ്, കുറെ മെന്റൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. പിന്നെ ചിൽഡ്രൻ ഹു ആർ എക്സ്പോസ്ഡ്, അവർക്ക് വോമിറ്റിംഗ്, ബ്രെത്ത്ലെസ്നെസ്, റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ഭയങ്കര ഫ്രീക്വന്റ് ആവാൻ തുടങ്ങി. ആൻഡ് അത് മാത്രമല്ല ലേറ്റ് 90s, ഇത് നടന്നത് 1984ലാണ്. 84ലാണ് ഈ ഡിസാസ്റ്റർ നടന്നത്. സോ ഈവൻ 1990 ആയപ്പോഴത്തേക്ക് തന്നെ അബോർഷൻ റേറ്റ്സ് അമോങ് വിമൻ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. സോ ഇതുപോലെ ലോങ് ടേം എഫക്ട്സ് ഇങ്ങനത്തെ പൊല്യൂട്ടൻസിനെ കാണിച്ചു. ബേസിക് മെയിൻ്റനൻസും പ്രോപ്പർ കൺട്രോളും ഇല്ലാണ്ട് ഇങ്ങനത്തെ ഗ്യാസ് സ്ട്രാറ്റജി ഇത് യൂസ് ചെയ്യാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇതുപോലുള്ള ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇമീഡിയറ്റ് എഫക്ട് മാത്രമല്ല, ലോങ് ടേം എഫക്ട്സും ഭയങ്കര കൂടുതൽ ഉണ്ടാവും. Okay, so this is the case study. We Bhopal gas tragedy date കാര്യങ്ങള് എത്ര ആൾക്കാരാ മരിച്ചത് അത് മൊത്തം ജസ്റ്റ് ഓർത്തിരിക്കുക. Okay, so that is air pollution. Next is water pollution. Air pollution പോലെ water pollution എന്താ, വെള്ളം വാട്ടർ ബോഡീസിനെ നമ്മള് വാട്ടർ ബോഡീസിന്റെ ക്വാളിറ്റിനെ നശിപ്പിക്കുന്ന പ്രോസസ്സാണ് വാട്ടർ പൊല്യൂഷൻ. And there are different types of water pollutants. Airil പറഞ്ഞ പോലെ different types of water pollutants ഉണ്ട്. Biological, chemical and physical. Biological എന്ന് പറഞ്ഞാൽ basically organisms like harmful bacteria, pathogens, അല്ലെങ്കിൽ harmful protozoans, fungus, human and animal waste,
ഡൊമസ്റ്റിക് സീവേജ്, അഗ്രികൾച്ചറൽ ഓർഗാനിക് വേസ്റ്റ്, അതൊക്കെ ബയോളജിക്കൽ ഏജൻസ് ആണ്. പിന്നെ വരുന്നത് കെമിക്കൽ ഏജൻസ്. കെമിക്കൽ ഏജൻസ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഫാക്ടറീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവരുടെ കൂളിംഗ് ഏജൻസിനും അല്ലെങ്കിൽ കൂളിങ്ങിന് വേണ്ടിയിട്ടും കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പല കോമ്പൗണ്ട്സും, ഹെവി മെറ്റൽസ്, പിന്നെ ഹയർ എമൗണ്ട് ഓഫ് നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും, അത് കംപ്ലീറ്റ് അതിന്റെ വേസ്റ്റിനോട് റൺ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് വാട്ടർ ബോഡീസ് എത്തിച്ചേരും. സോ ദോസ് ആർ കെമിക്കൽ ഏജൻസ്. ഓൾസോ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യാറുണ്ട്. സോ അതും കെമിക്കൽ ഏജന്റ് അടിക്കണം. ഫൈനലി ഫിസിക്കൽ ഏജന്റ്. ഫിസിക്കൽ ഏജന്റ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, പിന്നെ ഈ സിൽട്ടേഷൻ പ്രോസസ് പറയില്ലേ, റിവറിനകത്ത് സെഡിമെന്റ്സ് ഒത്തിരി ഡെപ്പോസിറ്റ് റിവറിന്റെ ക്യാരിങ് കപ്പാസിറ്റിയെ കുറയ്ക്കും. സോ ആ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് അതൊക്കെ ഫിസിക്കൽ ഏജൻസ് ആണ്. സോ ഇതിന്റെ തന്നെ ഇതിന് എക്സാമ്പിൾസും എഫക്ട്സും ആയിട്ട് ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബയോളജിക്കൽ ഏജൻസ്, കെമിക്കൽ ഏജൻസ്, ഓർഗാനിക് ഏജൻസ്, റേഡിയോ ആക്റ്റീവ് ആൻഡ് ഫിസിക്കൽ ഏജൻസ്. സോ ഗോ ത്രൂ ദാറ്റ് ടേബിൾ. ആൻഡ് ആ ടേബിൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോ പിന്നെ ചോദിക്കാം. ഓക്കെ. So, water pollution means not just about rivers, lakes, ponds, but marine pollution ഉണ്ട്. Marine pollution ഭയങ്കര അണ്ടർറേറ്റഡ് ആണെന്ന് ഞാൻ പറയുന്നത്. ഭയങ്കര അണ്ടർറേറ്റഡ് ആണ് ഇൻ മൈ ഒപ്പീനിയൻ. മീനിങ് അൾട്ടിമേറ്റ്ലി നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ വാട്ടർ ബോഡി, റിവേഴ്സിലായാലും പോണ്ട്സിലായാലും കൊണ്ട് വേസ്റ്റ് തള്ളിയാൽ ultimately it will reach the ocean somehow, because rivers are very connected. Rivers are connected to the ocean, lakes are connected to the rivers. Appo angane ultimately ocean lettum. Ini adu kodande ocean thanne kondupoyi waste dump cheyna cases undavum. And what is the the effect of all of the consequence ennu choicha, I mean ഓഷനിൽ തന്നെ ഒത്തിരി ലൈഫ് ത്രൈവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം ആ ഓഷ്യാനിക് ലൈഫിനെ ഒത്തിരി എഫക്ട് ചെയ്യും. അത് മാത്രമല്ല, അതിന് ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ഈ ഓയിൽ സ്പിൽ ഇസ് വൺ ഓഫ് ദ മേജർ കോസസ് ഓഫ് ഓഷ്യൻ മറീൻ പൊല്യൂഷൻ. ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ടാങ്കേഴ്സ് പൊട്ടിയാൽ ഓഷന്റെ സർഫസിൽ മൊത്തം ഈ ഓയിൽ ഇങ്ങനെ ഓയിൽ ഫ്ലോസ് ഓൺ വാട്ടർ അങ്ങനെ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓക്സിജൻ പെനട്രേറ്റ് ആയി, ഓക്സിജൻ ഡിസോൾവ് ആവുന്ന റേറ്റ് കുറയും. ആൻഡ് സൺലൈറ്റ് പെനട്രേറ്റ് ആവുന്ന സാധനം, സൺലൈറ്റ് പെനട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. സോ അതിന്റെ അടിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അടിയിൽ ജീവിക്കുന്ന ഫിഷിനും അതിനൊന്നും എന്താ പറയുക, സൺലൈറ്റ് കിട്ടത്തില്ല, ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. അത് മാത്രമല്ല സീബേർഡ്സ് യു ഹാവ് സീൻ ഡിസ്കവറി ഓർ ആനിമൽസ് പ്ലാനറ്റ്സ്, അവരിങ്ങനെ സ്കൂപ്പ് ചെയ്ത് വന്ന് ദേ വിൽ ഗോ അണ്ടർ വാട്ടർ ആൻഡ് ഗെറ്റ് ദെയർ ഫുഡ് ഔട്ട്. സോ അവരൊക്കെ ഈ സീബേർഡ്സ് ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കുക, ഈ ഓയിൽ അവരുടെ ഫെദേഴ്സിൽ സ്റ്റക്ക് ആയിട്ട് അവരുടെ ഫ്ലോട്ടിംഗ് ടെൻഡൻസിനെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ അവർക്ക് പറക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എവൻച്വലി ദേ സഫക്കേറ്റ് ആൻഡ് ദേ ഡൈ. സോ ഓഷ്യാനിക് ആനിമൽസിനെയും ഈവൻ ഈ ഓഷ്യാനിക് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആനിമൽസിനെയും മറീൻ പൊല്യൂഷൻ എഫക്ട് ചെയ്യും. അത് മാത്രമല്ല പ്ലാസ്റ്റിക് വേസ്റ്റ് ഒത്തിരി ഉള്ളതുകൊണ്ട് there are several cases where fish, turtles, sharks അവരുടെയൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ളിൽ നിന്ന് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബിക്കോസ് പ്ലാസ്റ്റിക് വേസ്റ്റ് അത് ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഫ്ലോട്ട് എടുക്കുന്നുണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് ജെലി ഫിഷസ്. ഇത് ചെന്ന് ജെലി ഫിഷ് ആണെന്ന് പറഞ്ഞിട്ട് പോയി കൺസ്യൂം ചെയ്യും. സോ ദേ കൺസ്യൂം പ്ലാസ്റ്റിക്. അത് എവൻച്വലി അവരുടെ സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി കൊളവാക്കി ദേ എവൻച്വലി ഡൈ. സോ ദാറ്റ് ഈസ് മറീൻ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. പിന്നെ പറയുന്നത് thermal pollution. Thermal pollution is associated with water pollution because വെള്ളത്തിന് എപ്പോഴും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ടെമ്പറേച്ചറിനെക്കാട്ടിലും മുകളിലോട്ട് താഴോട്ട് പോയാൽ ആ വെള്ളത്തിനകത്ത് ജീവിക്കുന്ന ഓർഗാനിസത്തിനെ അത് എഫക്ട് ചെയ്യും. ബിക്കോസ് നമുക്ക് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ബേർഡ്സ് നമുക്ക് എന്താ പറ്റുക, നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായില്ലേ? നമ്മുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്ത് ടെമ്പറേച്ചർ വേരിയേഷൻസ് വന്നാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും. നേരെ മറിച്ച് ഓർഗാനിസംസ് ലൈക്ക് ഫിഷ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ് അല്ലെങ്കിൽ മച്ച് ലോവർ ഓർഗാനിസംസ് ഒക്കെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അവർക്ക് ഒറ്റയടിക്ക് ടെമ്പറേച്ചർ ചേഞ്ചസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ വാട്ടറിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ റീവ്സിന്റെ ഗ്രോത്തിന് ടെമ്പറേച്ചർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി ഈവൻ 1 degree പോലും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ റീഫ് കംപ്ലീറ്റ്ലി dead down. So that means water temperature is also a pollutant എന്നാണ് ഇവർ പറയാം. ഈ ടെമ്പറേച്ചർ ഇനി എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? ഈ
മെറ്റൽ സ്മെൽറ്റേഴ്സ്, റിഫൈനറീസിലൊക്കെ വെള്ളമാണ് മെജോറിറ്റിക്ക്. ഇവൻ ന്യൂക്ലിയർ പ്ലാന്റ്സിൽ പോലും കൂളിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വെള്ളമാണ്. ബിക്കോസ് വെള്ളം അബ്സോർബ്സ് എ ലോട്ട് ഓഫ് ഹീറ്റ്. ആൻഡ് ഈ വെള്ളത്തിനെ കൂൾ ഡൗൺ ചെയ്യാൻ സമയം കൊടുക്കാണ്ട് ഈ വെള്ളത്തിനെ ഡയറക്ട്ലി വാട്ടർ ബോഡീസിലിട്ട് ഡിസ്പോസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഡയറക്ട്ലി ഒന്ന് ഇമാജിൻ ചെയ്തു, ഒരു നോർമൽ വാട്ടർ ബോഡി വിച്ച് 20 ഡിഗ്രി സെൽഷ്യസ്, സഡൻലി ഒരു 100 ഡിഗ്രി ബോയിലിംഗ് വാട്ടർ അതിനകത്തൊരു ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ അതിനകത്തോട്ട് വീഴുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഒറ്റയടിക്ക് ഇൻക്രീസ് ചെയ്യും അല്ലെ? സോ ദാറ്റ് ഇസ് തെർമൽ പൊല്യൂഷൻ. ഇനി നേരത്തെ നമ്മൾ എയർ പൊല്യൂഷനിൽ SPM പറ്റി പറഞ്ഞു. എയർ ക്വാളിറ്റിനെ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻഡെക്സ് ആണ്. സോ വാട്ടർ ക്വാളിറ്റിക്കും അതുപോലെ ഡിഫറെന്റ് ഇൻഡെക്സസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് dissolved oxygen. Dissolved oxygen, biological oxygen demand, chemical oxygen demand, most probable number, and total dissolved salts. So dissolved oxygen എന്ന് വെച്ചാൽ ഒരു വാട്ടർ ബോഡിയിൽ എത്ര ഓക്സിജൻ ഡിസോൾവ് ആവും. സോ ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ ബോഡി. ഇതിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് ആ വാട്ടർ നല്ല ഫ്രഷ് ആണ്, അവിടെ ഓർഗാനിക് വേസ്റ്റ് ഇല്ലാന്ന് അർത്ഥം. സോ വെൻ DO, dissolved oxygen organism is high, that means the water quality is good. Biological oxygen demand എന്ന് വെച്ചാൽ എന്താ പറയാ, ആ ഓഷൻ ആ പോണ്ടിനകത്തുള്ള ഓർഗാനിസത്തിന് ഓക്സിജൻ വേണമല്ലോ. ഇപ്പം ബാക്ടീരിയ, ഫംഗൈ, ഡെഡ് പ്ലാന്റ്സ്, ആനിമൽസ് അങ്ങനെയുള്ള അവർക്ക് ഈ ഡിക്കേ ചെയ്യാനും റെസ്പിറേഷനും ഒക്കെ ഓക്സിജൻ വേണം. അവരുടെ നമ്പർ എക്സ്ട്രീംലി കൂടുതലാണെങ്കിൽ, ബാക്ടീരിയൽ നമ്പർ അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള പ്ലാന്റിന്റെ നമ്പർ ഒക്കെ എക്സ്ട്രീംലി കൂടുതലാണെങ്കിൽ അവിടുത്തെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടും. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് അവിടെ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുവാണ് ആൻഡ് അവിടുത്തെ വാട്ടർ ക്വാളിറ്റി ആക്ച്വലി ഭയങ്കര പുവർ ആണെന്നാണ്. ഓക്കെ. പിന്നെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കെമിക്കൽ കോമ്പൗണ്ട്സിന് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വാട്ടറിൽ കൂടുതലാണെങ്കിൽ ആ വാട്ടറിൽ കെമിക്കൽ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ് അർത്ഥം. ദാറ്റ് മീൻസ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ വാട്ടർ ക്വാളിറ്റി ഈസ് ബാഡ്. നെക്സ്റ്റ് വൺ ഇസ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ. മോസ്റ്റ് പ്രോബബിൾ നമ്പർ എന്ന് പറഞ്ഞാൽ സെൽ ബയോളജിയിൽ നമ്മൾ നമ്പർ ഓഫ് ബാക്ടീരിയ, നമ്പർ ഓഫ് ഈസ്റ്റ് പാർട്ടിക്കിൾസിന്റെ നമ്പറിനെയാണ് പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ നമ്പർ. നമുക്ക് എപ്പോഴും ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവും ഒരു വാട്ടർ ബോഡിയിൽ ഇത്രത്തോളം നമ്പർ കാണും. അപ്പൊ അതിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് സംതിങ് റോങ് വിത്ത് ദി സിസ്റ്റം. ഈക്കോളൈ ബാക്ടീരിയ അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയ. കോളിഫോം ബാക്ടീരിയയുടെ അടിയിൽ വരുന്നതാണ് ഈക്കോളൈ ബാക്ടീരിയ. ഈക്കോളൈ ബാക്ടീരിയ എന്ന് പറയുന്നത് ആനിമൽ വേസ്റ്റിൽ കാണുന്ന ഒരു സംഭവം, നമ്മുടെ ഇൻഡസ്റ്റൈൻസിലുള്ള ബാക്ടീരിയ ആണ്. ആൻഡ് അത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലുണ്ടാവും. സോ ഇപ്പം ഈക്കോളൈന്റെ നമ്പർ വാട്ടർ ബോഡീസിൽ കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഓർഗാനിക് വേസ്റ്റ്, എസ്പെഷ്യലി ഹ്യൂമൻ ആൻഡ് ആനിമൽ വേസ്റ്റ് എക്സ്ട്രീംലി കൂടുതലാണ്. അതിനർത്ഥം എന്താ? വെള്ളത്തിന്റെ ക്വാളിറ്റി ഭയങ്കര പാടാണ്. സോ ബേസിക്കലി നമ്മുടെ യമുന റിവർ ഓർ ഗംഗ റിവർ അവിടെയൊക്കെ ഈ ഇൻഡെക്സ് ഇസ് വെരി ഹൈ. ദാറ്റ് മീൻസ് എക്സ്ട്രീംലി ലോ പോർ ക്വാളിറ്റി വാട്ടർ ആണ് ആ റിവേഴ്സിൽ ഉണ്ടാകുന്നത്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ടോട്ടൽ ഡിസോൾവ് സോൾട്ട്സ്. ടോട്ടൽ ഡിസോൾവ് സോൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇക്കോസിസ്റ്റത്തിന് ഒരു ബാലൻസ് വേണം. അപ്പം സോൾട്ട്സ് ഒക്കെ ആക്ച്വലി നെസസറി ഫോർ അവർ മെറ്റബോളിസം ആണെങ്കിലും ഒരു പരിധി കൂടുതൽ സോൾട്ട്സ് ഉണ്ടെങ്കിൽ അത് അതിന്റെ ആൽക്കലിനിറ്റിനെയും അസിഡിറ്റിനെയൊക്കെ അഫക്ട് ചെയ്ത് തുടങ്ങും. അവിടെ ജീവിക്കുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ അഫക്ട് ചെയ്ത് തുടങ്ങും. സോ ഈ ടോട്ടൽ ഡിസോൾവ് സോൾട്ട്സിന് ഒരു ലെവലുണ്ട്. അത് കൂടുതലാണെങ്കിൽ അതിൽ ഒത്തിരി എന്താ പറയുക റൺ ഓഫ് വരികയാണ്, അതിന്റെ ആവശ്യമില്ലാത്ത കുറെ എവിടെ നിന്നൊക്കെയോ പൊല്യൂട്ടൻസ് വരികയാണെന്നുള്ള അർത്ഥം. സോ ദാറ്റ് മീൻസ് ടോട്ടൽ ഡിസോൾവ് സോൾട്ട്സിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ വാട്ടർ ക്വാളിറ്റി ഇൻഡെക്സും ഭയങ്കര ബാഡാണ്. ഓക്കെ. സോ ദാറ്റ് ഇസ് വാട്ടർ പൊല്യൂഷൻ. ഇനിയുള്ളത് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാരും കാണുന്നത് തന്നെ വേസ്റ്റ് കൊണ്ട് ലാൻഡ് റിസോഴ്സസിൽ തള്ളാം. അത് വിഷ്വലി പ്ലീസിങ് അല്ല, അത് എവൻച്വലി നമ്മളെ സോയിലിനെ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. സോയിലിനെ ഡീഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അഗ്രികൾച്ചർ പ്രശ്നമാവും. സോയിലിന് ന്യൂട്രിയൻസ് ഇല്ല, സോയിലിന് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ പ്ലാന്റ്സ് വളരത്തില്ല, പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ് നിൽക്കാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഡൈവേഴ്സിറ്റി, ലോസ് ഓഫ് കംപ്ലീറ്റ് ഡൈവേഴ്സിറ്റി ഉണ്ടാവും. ഓക്കെ. ആനിമൽസ് മരിക്കാൻ തുടങ്ങും, പ്ലാന്റ്സ് മരിക്കാൻ തുടങ്ങും. സോ അങ്ങനത്തെ ഇഷ്യൂസ് വരും. ബിക്കോസ് സോയിൽ ഇറ്റ്സെൽഫ് ആണ് നമ്മുടെ ലൈഫിനെ ത്രൈവ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദി മേജർ ഫാക്ടേഴ്സ്. സോയിൽ ഇല്ലെങ്കിൽ പ്ലാന്റ്സ് ഇല്ല, പ്ലാന്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ ആരും ഉണ്ടാവും. ആൻഡ് സെക്കൻഡ് വൺ ഇസ് സോയിൽ ഇറോഷൻ. സോയിലിന്റെ എന്താ പറയാ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സോയിലിന്റെ ഗുഡ്നെസ്സസ് അത് മൊത്തം പോവുകയാണെങ്കിൽ
അതിന്റെ സ്ട്രക്ചർ പോവുകയാണെങ്കിൽ സോയിൽ ഇറോഷൻ കൂടുതലാകുന്നു. ഓക്കെ, സോയിൽ ഇറോഷൻ വുഡ് കംപ്ലീറ്റ്ലി ഇൻക്രീസ്, സോയിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആസിഡിറ്റി ആൻഡ് ആൽക്കലിനിറ്റി. ഇപ്പൊ നമ്മൾ ഡംപ് ചെയ്യുന്ന എല്ലാ വേസ്റ്റ് ചെയ്യുന്ന പല പ്രോഡക്ട്സ് അതിനകത്തോട്ട് യൂസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ യൂസ് ഔട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പൊ അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് അത് എക്സ്ട്രീംലി ആൽക്കനൈൻ അല്ലെങ്കിൽ എക്സ്ട്രീംലി ആസിഡിക് ആയിരിക്കും. അപ്പൊ അത് നമ്മുടെ സോയിലോട്ട് ഇടുമ്പോഴത്തേക്ക് സോയിലിന്റെ ആസിഡിറ്റി ആൽക്കലിനിറ്റിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. പിന്നെ അവിടെ പിന്നെ എന്താ പറയാ അഗ്രികൾച്ചറോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വുഡ് ബി ബാരൻ ലാൻഡ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ലാൻഡ് പൊല്യൂഷൻ ബൈ വേസ്റ്റ് ഡെപ്പോസിഷൻ. അത് ഇപ്പൊ ഞാൻ പറഞ്ഞ സോളിഡ് വേസ്റ്റ് കൊണ്ട് വെറുതെ ഡംപ് ചെയ്യുക, അത് വൺ ഓഫ് ദ മേജർ വേസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ആണ്. പ്ലാസ്റ്റിക് വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ്, ഹ്യൂമൻ കാർക്കസസ്, ആനിമൽ കാർക്കസസ്, മെറ്റൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇതെല്ലാം കൊണ്ട് വെറുതെ എവിടെയെങ്കിലും ഡംപ് ചെയ്യും. സോ ദാറ്റ് ഇസ് വേസ്റ്റ് ഡെപ്പോസിഷൻ കാരണം ഉണ്ടാവുന്ന ലാൻഡ് പൊല്യൂഷൻ. ഓക്കെ, സോ ആൻഡ് ഇതിന്റെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ലാൻഡിൽ എന്താണോ ഇടുന്നത്, ലാൻഡിലല്ല, ഇപ്പൊ ഏത് എയറിലാണെങ്കിലും വാട്ടറിലാണെങ്കിലും നമ്മൾ എന്ത് പൊല്യൂട്ട് ചെയ്യുന്നു അൾട്ടിമേറ്റ്ലി അത് അഫക്ട് ചെയ്ത് നമ്മളെ തന്നെയായിരിക്കും. അപ്പം ഇവിടെ ഒരു പ്രോസസിനെ പറ്റി പറയുന്നത് വെച്ചാൽ ബയോളജിക്കൽ അക്യുമുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. ഇപ്പൊ പേജ് നമ്പർ 188 ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം സോയിലിൽ നമ്മൾ ലെറ്റ്സ് ഒരു പെസ്റ്റിസൈഡ് ആഡ് ചെയ്തു. ഈ പെസ്റ്റിസൈഡ് ഇറിഗേഷന്റെ സമയത്ത് ഇത് കംപ്ലീറ്റ് നിയർ ബൈ വാട്ടർ റിസോഴ്സിലോട്ട് എത്തിപ്പെട്ടു. ഓക്കെ, സോ എത്തിപ്പെട്ടപ്പോഴത്തേക്ക് ആ വാട്ടറിൽ ഈ പെസ്റ്റിസൈഡിന്റെ മോളിക്യൂൾസ് ഉണ്ടാവും. സോ ജസ്റ്റ് ഇവിടെ ഇപ്പം ലെറ്റ്സ് കൺസിഡർ ഒരു സിമ്പിൾ ടേംസിൽ 100 മോളിക്യൂൾസ് ഓഫ് എന്താ പറയാ 100 മോളിക്യൂൾസ് ഓഫ് പെസ്റ്റിസൈഡ്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുന്നത്, വെള്ളത്തിൽ എത്തിപ്പെട്ടു. ഈ വെള്ളത്തിലുള്ള ഒരു ലെറ്റ്സ് പ്ലാന്റ്സ് ഈ 100 മോളിക്യൂൾസിനെ വലിച്ചെടുത്തു. ഓക്കെ, ആൻഡ് ഈ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. ആ ഓർഗാനിസം ഒരു പ്ലാന്റിനെ ആയിരിക്കത്തില്ല, മൾട്ടിപ്പിൾ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യും. സോ ലെറ്റ്സ് സേ ഈ ഓർഗാനിസം ഒരു 2-3 പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്തു. അപ്പൊ എത്രയായി? ആ ഓർഗാനിസത്തിന് ഓൾമോസ്റ്റ് 300 മോളിക്യൂൾസ് ഓഫ് പെസ്റ്റിസൈഡ് ഉൾപ്പോയി ഇല്ലേ? ആൻഡ് അതിനുശേഷം ഈ കുഞ്ഞു ഓർഗാനിസത്തിന് ഒരു വലിയ ഫിഷ്, ഇപ്പൊ ലെറ്റ്സ് സേ നമ്മുടെ കരിമീൻ പോണ്ടിൽ, നമ്മുടെ റിവർ പോണ്ടിന്റെ കേസിൽ ഒരു കരിമീൻ കഴിച്ചു എന്നിരിക്കട്ടെ. ഈ കരിമീൻ ഒരു മീനായിരിക്കും, ഒരു കുഞ്ഞു മീനായിരിക്കത്തില്ലല്ലോ കഴിക്കുന്നത്. ഇറ്റ് ഈറ്റ്സ് മോർ ദാൻ ദാറ്റ്, മേ ബി ലെറ്റ്സ് സേ അനദർ 5. അപ്പം ഈച്ച് ഈ കുഞ്ഞു മീനിൽ 300 മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 മീനിനെ കഴിച്ചു. ദാറ്റ് മീൻസ് 900 മോളിക്യൂൾസ് ഓഫ് പെസ്റ്റിസൈഡ് ഈ കരിമീനിൽ പോയി. അവസാനം ഈ കരിമീനെ നമ്മളാ കഴിക്കുന്നു. സോ ഓൺ ആവറേജ് വി കൺസ്യൂം ലൈക്ക് അറൌണ്ട് അറ്റ്ലീസ്റ്റ് 2-3 കരിമീൻ അല്ലെ, ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ 900 into 3 2700 മോളിക്യൂൾസ് ഓഫ് പെസ്റ്റിസൈഡ് നമ്മുടെ ബോഡിക്കുള്ളിൽ കയറും. സോ ഈ ഒരു പ്രോസസ് തന്നെയാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 100 മോളിക്യൂൾസ് എന്ന് പറയും, പക്ഷെ ഇൻ റിയാലിറ്റി ദിസ് ഇസ് ഹ്യൂജ്. അപ്പൊ എവൻച്വലി നമ്മുടെ ബോഡിയിൽ ഇത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇനിഷ്യലി കൊടുത്തതിനെക്കാട്ടിലും ഭയങ്കര കൂടുതൽ നമ്മുടെ ബോഡിക്ക് എത്തുകയും ചെയ്യും. നമുക്കത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. So this is what biological accumulation means, right? And the last part is noise pollution. Yes, noise is also a pollutant. I mean, just imagine, ഇപ്പോൾ ഒരു അമ്പലത്തിന്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നെങ്കിൽ ഉത്സവത്തിന്റെ സമയമാകുമ്പോഴത്തേക്ക് സൂര്യൻ കിട്ടത്തില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എക്സാമിന്റെ സമയത്ത് കൂടെയാണ് ഇത് വരുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും കൂടെ പ്രാന്തെടുക്കും. ചിലപ്പോഴൊക്കെ പ്രാഗം തുടങ്ങും ആൾക്കാർ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് മറ്റേ ബോക്സ് വെച്ച്. So which is annoying. It's annoying. It's really annoying. അപ്പം ഇത് ഒരു ന്യൂസൻസ് മാത്രമല്ല, ഇറ്റ് ക്യാൻ കോസ് ഹെൽത്ത് ഹസാർഡ്സ് ആസ് വെൽ. ഈ ഹൈ പിച്ച് നോയ്സസ് കൂടുതൽ സമയം കേൾക്കുകയാണെങ്കിൽ എവൻച്വലി ഡാമേജസ് ആർ ഇയർ ഡ്രംസ്. അത് മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ നോയ്സിനെ മെഷർ ചെയ്യുന്ന ഇതാണ് ഡെസിബിൾസ് എന്ന് പറയുന്നത്. നമുക്ക് വി ക്യാൻ ഹിയർ അപ് ടു ഐ തിങ്ക് ഇറ്റ്സ് 10,000 ഡെസിബിൾസ് വരെ നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിലും ടുവേർഡ്സ് ഒരു 5,000-7,000 ഡെസിബിൾസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർ ഡ്രം ബേസിക്കലി പൊട്ടും. ദാറ്റ് മീൻസ് വി ബി കംപ്ലീറ്റ്ലി ഡെഫ്. പക്ഷെ ഇത് മാത്രമല്ല, നോയ്സ് കാരണം ഇറിറ്റബിലിറ്റി വരും. ഇറിറ്റബിലിറ്റി, ഇൻസോംനിയ, പിന്നെ നമ്മൾ ഭയങ്കര അനോയ്ഡ് ആയിരിക്കും, നമുക്ക് ഭയങ്കര ദേഷ്യം വരാൻ തോന്നും. ആൻഡ് ഇതൊക്കെ എവൻച്വലി ചെവി ഭയങ്കരമായിട്ട് കടിക്കാൻ തോന്നും. നമുക്ക് ഫിസിക്കലി ഭയങ്കര
ഇറിറ്റേഷൻ വരും. ഈ ഇതൊക്കെ കാരണം കാരണം നമ്മുടെ ബോഡിയിൽ ഭയങ്കര ആഡ്രിനാലിൻ കൂടുന്നു. ആഡ്രിനാലിൻ റഷ് വരുമ്പോഴത്തേക്ക് adrenaline rush sometimes is good but sometimes it's actually bad. കാരണം നമ്മുടെ ബോഡിയുടെ എല്ലാ സിസ്റ്റം പെട്ടെന്ന് ഫങ്ഷൻ ചെയ്യുന്നു. ഹാർട്ട് റേറ്റ് കൂടാൻ തുടങ്ങും. ഹാർട്ട് റേറ്റ് നോർമൽ കേസസിൽ കൂടുകയാണെങ്കിൽ കൊളസ്ട്രോൾ ലെവൽസ് കൂടാൻ സാധ്യതയുണ്ട്, അൾസേഴ്സ് വരാൻ സാധ്യതയുണ്ട്, സോ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വരാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് മീൻസ് നോയ്സ് ഇസ് ആക്ച്വലി പ്രിറ്റി ബാഡ് ഇഫ് നോട്ട് കൺട്രോൾഡ് പ്രോപ്പർലി. ആൻഡ് ഇനി എങ്ങനെ നോയ്സ് പൊല്യൂഷനെ കൺട്രോൾ എന്ന് വെച്ചാൽ സോഴ്സിലെ നോയ്സിന്റെ ലെവൽസിനെ കുറയ്ക്കുക, പിന്നെ ട്രാൻസ്മിഷൻ പാത്ത് തടയുക. അതായത് ഇപ്പം പോയിന്റ് സോഴ്സിൽ നിന്ന് എത്തുന്നവരാണെങ്കിൽ അവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ മൈക്കിലൊക്കെ ഈ കവേഴ്സ് വെക്കുന്നത്, ലൈക് സ്പഞ്ച് പാഡ്സ് വെക്കുന്നത്, ഇറ്റ് പ്രിവെന്റ്സ് ലാർജ് വോയിസിനെ കുറച്ചുകൂടി ഡിഫ്യൂസ് ചെയ്ത് കേൾപ്പിക്കും ഇൻസ്റ്റെഡ് ഓഫ് ഭയങ്കര ഒരു പിൻ പോയിന്റ്. ഇപ്പൊ നമ്മുടെ ചെവിയിലൂടെ ഒരു പിൻ, അതുകൊണ്ട് ഇയർഫോൺസ് വെക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇയർഫോൺസ് വെക്കുമ്പോൾ ഒരു പിൻ പോയിന്റ് സോഴ്സിൽ നമ്മൾ ഹൈ വോളിയത്തിൽ പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഇയർഫോൺസ് അല്ല സോറി നമ്മുടെ വെച്ച് നമ്മുടെ ഇയർഫോൺസ് അടിച്ചു. നേരെ മറിച്ച് റൂമിനകത്ത് ഇപ്പോൾ ഒരു സ്പീക്കർ വെച്ച് എടുക്കുന്നത് the voice is actually diffused, which is much better for our systems. പിന്നെ ആൻഡ് റിസീവിങ് എൻഡിലും പ്രൊട്ടക്ഷൻ വെക്കുക. സോ ഇങ്ങനെ നോയ്സ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് മേ ബി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു സമയത്തിനപ്പുറം ഹൈ ലെവൽസ് ഓഫ് നോയ്സസ് പാടില്ല, അല്ലെങ്കിൽ പബ്ലിക് ഏരിയാസിൽ ഇത്ര നോയ്സിനപ്പുറം കൂടുതൽ പോകാൻ പാടില്ല, ആൻഡ് സൈലൻസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ദർ ആർ സം വേസ് ടു കൺട്രോൾ നോയ്സസ്. സോ പേജ് നമ്പർ എത്രയാ? ഇത് പേജ് നമ്പർ 189. ഓക്കെ, സോ അതാണ് ആ ചാപ്റ്റർ. ആ ചാപ്റ്റർ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Any questions? Okay, എനിക്ക് ആക്ച്വലി അടുത്ത ചാപ്റ്റർ കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മൈ throat is not letting me do that. So if it is okay with you guys, ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തിക്കോട്ടെ. ഹലോ, okay എന്തായാലും ഇനി കുറച്ച് ചാപ്റ്റേഴ്സ്, എനിക്ക് 2 ക്ലാസ് കൊണ്ട് എനിക്ക് ഇനി ബാക്കി ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും. ബിക്കോസ് ഈ ബ്ലോക്കിലെ നെക്സ്റ്റ് ചാപ്റ്റർ വിച്ച് വേസ്റ്റ് മാനേജ്മെന്റും ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസും, ഇത് രണ്ടെണ്ണം കുറച്ച് വലുതായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള സാധനം ബാക്കി 3 ചാപ്റ്റേഴ്സ് ഭയങ്കര എന്താ പറയാ സ്മോൾ ചാപ്റ്റേഴ്സ് ആണ്, ഭയങ്കര തിയോറിറ്റിക്കൽ ചാപ്റ്റേഴ്സ് ആണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. So that can be finished in 1 class. So 2 more classes and our would be over. Okay. Okay guys. Thank you everybody. I'll see you in the next class. Right? Okay ma'am, thank you. Bye. Hello miss. Yes. എന്നെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചേക്ക്, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നോ? പക്ഷെ മിസ് നോക്കിയിട്ടില്ല. ഒന്നുകൂടെ അയക്കാം. ഓ ശരി.